ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുരുകവും കൺപീലിയൊക്കെ നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്നാന്ന് വെച്ചാൽ ബദാമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ബദാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർക്കാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഫോർക്കിൽ ഞാനൊരു ബദാം ഇതുപോലെ കുത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കരിച്ചെടുക്കണം. ഇതിൻ്റെ കരിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലാമ്പ് എടുക്കാം, അല്ലെങ്കിൽ മെഴുകുതിരി എടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ സ്റ്റൗവിലാണ് വെച്ച് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കത്തിക്കയറിക്കോളും. പിന്നെ ഇത് കരിഞ്ഞ് കുറേ നേരം ഇട്ട് കരിക്കട്ടി ആക്കരുത് കേട്ടോ. അപ്പം പുറത്തെ ആ തൊലി പെട്ടെന്ന് കത്തിക്കയറും. പിന്നെ ആ ഉള്ളിലെ അതും കൂടെ ഒന്ന് നമുക്ക് കരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ പതിയെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. കുറേ സമയം ഇട്ട് വെച്ച് അത് കരിക്കട്ടി ആക്കരുത്, അത് ഹാർഡായി പോവും. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും ബാഡായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഉരച്ചതിൻ്റെ കരി എടുക്കണം കേട്ടോ. ഞാനിവിടെ പെഡിക്യൂൾ ബ്രഷാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ ഈ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇടിയൊരലിനകത്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഇതിപ്പം ഞാൻ ഈ പെഡിക്യൂൾ ബ്രഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പം പെഡിക്യൂൾ ബ്രഷൊക്കെ എടുക്കുവാണെങ്കിൽ അതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇടിയൊരലിനകത്താണെങ്കിൽ അതും ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നോക്കിക്കുക, നല്ലൊരു പേസ്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ ഒരു ഓയിലും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പം ഞാൻ ഫുള്ളി ഇവിടെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാസ്റ്റർ ഓയിലാണ്, അതായത് നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ആദ്യം തന്നെ ആവണക്കെണ്ണ എടുക്കേണ്ട, പകരം പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താൽ മതി. കാരണം കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ അവരുടെ സ്കിൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. പിന്നെ അലോവേറ ജെൽ അല്ലെങ്കിൽ വാസ്ലിൻ എടുത്താൽ മതി. ഞാനിവിടെ അലോവേറ ജെല്ലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പം അതെല്ലാം അങ്ങ് അലിഞ്ഞ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നമുക്കിത് ഐലൈനറായിട്ടും മസ്കാരയായിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം മസ്കാരയുടെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രഷ് വെച്ചൊക്കെ നമുക്ക് മസ്കാരയായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ മസ്കാരയായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പുരികത്തിൽ നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പുറത്ത് പോകുമ്പം യൂസ് ചെയ്യത്തില്ല, കാരണം അത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും. പിന്നെ ഇതുപോലെ പെഡിക്യൂൾ ബ്രഷിനകത്തുള്ളതൊക്കെ ഇതുപോലെ അലോവേറ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് ലൂസാക്കി എടുത്ത് അത് പെട്ടെന്ന് പോരും കേട്ടോ. എന്നിട്ട് ചെറിയൊരു കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അപ്പം കിടക്കുന്നതിന് തൊട്ട് മുമ്പ് പുരുകത്തിൽ അപ്ലൈ ചെയ്യാതിരിക്കുക, കാരണം നമ്മുടെ പില്ലോയിലൊക്കെ ആകും. അപ്പം ഞാനൊരു 2-3 മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടാണ് കിടക്കാറ്. അപ്പം ഞാനിതുപോലെ ഡെയിലി ഓരോ ബഡ്സ് ഉപയോഗിച്ചാണ് പുരുകത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് പൊടി പോലെ തന്നെ ആകും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ പിമ്പിൾസൊക്കെ വരുന്നവരാണെങ്കിൽ വാഷ് ചെയ്തിട്ട് കിടന്നാൽ മതി. പിന്നെ മസ്കാരയുടെ ആ ഒരു ബ്രഷില്ലേ, അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കൺപീലിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ, നമുക്ക് വിശ്വസിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.